So good morning. Start അല്ല. Okay. So ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് contingency approach ആണ്. So previous classes നമ്മൾ നോക്കിയത് we are discussing various theories, right? Last class നമ്മൾ നോക്കിയ theory it was systems approach, right? So നമ്മൾ system scientific management എന്താണ്, how did it come about? FW Taylorന്റെ contributions നോക്കി, then Lillian and Frank Gilbert's contributions നോക്കി, then McGregor's theory, Aushie's theory, then we had systems approach, right? So എങ്ങനെയാണ് ഇന്നത്തെ ഒരു സിനാരിയോയിലേക്ക് മാനേജ്മെന്റ് വന്നതെന്നാണ് നമ്മൾ നോക്കിക്കൊടുക്കുന്നത്. സോ ഇന്നലെ പഠിച്ചത് സിസ്റ്റംസ് അപ്രോച്ച്. അപ്പോൾ സിസ്റ്റംസ് അപ്രോച്ചിലുള്ളത് വാട്ട് വാസ് ഇറ്റ്? ഇറ്റ് വാസ് ബേസിക്കലി സെയ്സ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ ഇസ് എ സിസ്റ്റം, റൈറ്റ്? ഒരു ഓർഗനൈസേഷൻ ഒരു സിസ്റ്റമാണ്. അതിന്റെ മീനിങ് അപ്പം സിസ്റ്റം എന്താണ്? സിസ്റ്റം വെച്ചാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പാർട്സ്, റൈറ്റ്? ഇന്റർ റിലേറ്റഡ്, ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പാർട്സിന്റെ ഒരു കളക്ഷനാണ് സിസ്റ്റം. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദിസ് പാർട്ട് ഡു? സോ ദേ വർക്ക് ടുഗെദർ ആസ് വൺ യൂണിറ്റ് ടു അറ്റൈൻ എ ഗോൾ. ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ഈ പാർട്സ് ഒക്കെ ഒരുമിച്ച് ഒന്നായിട്ട് വർക്ക് ചെയ്യും. റൈറ്റ്? ടീം എന്ന് പറയുന്ന പോലെ, റൈറ്റ്? ടീം വിൽ ഹാവ് 11 players, ബട്ട് ഫൈനലി all of their input will be combined together and form one, right? സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? ഇറ്റ്സ് സിനർജി, റൈറ്റ്? സിനർജി മീനിങ് എന്താണ്? മീൻസ് നമ്മൾ ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് ഔട്ട്പുട്ട് കൊടുക്കുന്നതിനേക്കാളും അതിൻ്റെ സമ്മിനേക്കാളും കൂടുതലായിരിക്കും നമ്മളൊരു ടീമായി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് എന്നാണ് അതിൻ്റെ ബേസിക്കായിട്ട് വരുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ, സോ എവറി സിസ്റ്റം വിൽ ഹാവ് സബ് സിസ്റ്റം, റൈറ്റ്? സബ് സിസ്റ്റം മേ ബി എ സിസ്റ്റം ഇൻ ഇറ്റ്സ് ഓൺ. മീനിങ് അങ്ങനെ പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഷോപ്പ്, ഐ മീൻ ഒരു ഗാർമെൻറ്റ് തുണി ഷോപ്പ്, ഒരു ടീഷർട്ട്സ് ഉണ്ടാകുന്ന ബിസിനസ്സാണ് നമുക്ക്, റൈറ്റ്? ഓക്കെ, നമുക്ക് ടീഷർട്ട് ഉണ്ടാക്കുന്ന ബിസിനസ്സാണ് ഉള്ളത് നമുക്ക്. സോ നമ്മളെ റോ മെറ്റീരിയൽ ഇൻപുട്ട് എന്ന് വെച്ചാൽ ഒരു റോ മെറ്റീരിയൽ ക്ലോത്ത് ആയിരിക്കും, റൈറ്റ്? ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിനകത്ത് ടീഷർട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ക്ലോത്ത്, ആ സിസ്റ്റം അതൊരു സബ് സിസ്റ്റമാണ്. പക്ഷേ ആ ക്ലോത്ത് ഉണ്ടാക്കുന്ന കമ്പനിയോ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സിസ്റ്റമാണ്. സോ സബ് സിസ്റ്റം മേ ബി എ സിസ്റ്റം ഇൻ ഇറ്റ്സ് ഓൺ, അങ്ങനെ പറയാം നമുക്ക്, റൈറ്റ്? സോ ഒരു സിസ്റ്റത്തിന്റെ വരുന്ന portions, parts have 4 parts, right? They have 4 parts, 4 components basically. So they are, we have an input, we have a transformation process, then we have an output, right? We have an input, we have a transformation process, we have an output, right? The output in there is a feedback, right? അതായത് നമ്മൾ ഇപ്പോൾ സപ്പോസ് we are making something, okay? So input will be yourself, man, money, machineries, technologies, പിന്നെ ഇതൊക്കെ റെഗുലേഷൻസ്, മാനേജ്മെന്റ്, ഇതൊക്കെ ഇൻപുട്ട് ആണ്. ഓക്കെ, അതെന്ത് ചെയ്യും? അതിന് ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രാൻസ്ഫോർമേഷൻ വർക്ക്സ് ലൈക്ക് വി ഡു പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, കൺട്രോളിങ്, റൈറ്റ്? ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ആ റോ മെറ്റീരിയൽസിനെ നമ്മൾ ഇൻപുട്ടിനെ ട്രാൻസ്ഫോം ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ട്രാൻസ്ഫോം ചെയ്ത് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കും. ഔട്ട്പുട്ട് വിൽ ബി ആ ഗോൾ, ഓക്കെ, ആർ എയിം അച്ചീവ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഔട്ട്പുട്ട്, റൈറ്റ്? ഇനി എന്ത് ചെയ്യും? ആ ഔട്ട്പുട്ട് നമ്മൾ ആക്ച്വലി വി ആർ ഡൂയിങ് ബിസിനസ്, നമ്മൾ പ്രോഫിറ്റ് വേണ്ടി സംഭവം വിൽക്കാനാണ്. ഇപ്പോൾ നമ്മൾ ടീഷർട്ടിൻ്റെ എക്സാമ്പിൾ എടുത്ത് ടീഷർട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങി അത് നമ്മൾ പ്ലാൻ ചെയ്തു, ഇന്ന ഡിസൈൻ ചെയ്യാം, ഇന്ന സൈസ് ചെയ്യാം, അത് അതുപോലെ ഓർഗനൈസ് ചെയ്തു, കറക്റ്റായ സ്റ്റാഫിനെ നമ്മൾ ഏൽപ്പിച്ചു, എല്ലാം കോർഡിനേറ്റ് ചെയ്തു, നല്ല കൃത്യമായി നടക്കുന്നുണ്ട് നോക്കി കോർഡിനേഷൻ ചെയ്തു, എല്ലാം ഡയറക്റ്റ് ലീഡും ചെയ്തു, എവിടെയെങ്കിലും നോക്കി എല്ലാം ലീഡ് ചെയ്തു, ലാസ്റ്റ് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്തു. ഓക്കെ, എവിടെയാണ് ഇഷ്യൂ വരുന്നത് അത് നോക്കി അത് കൺട്രോൾ ചെയ്തു. ഓക്കെ, അങ്ങനെയായി നമ്മൾ ഔട്ട്പുട്ട് ടീഷർട്ടായി. യുവർ ഔട്ട്പുട്ട് ഇസ് ടീഷർട്ട്. സോ നെക്സ്റ്റ് യു വിൽ ഡു ഇസ് യു വിൽ സെൽ ദം ഔട്ട്, റൈറ്റ്? യു പുട്ട് ഇറ്റ് ഇൻ ദ മാർക്കറ്റ്. അപ്പം മാർക്കറ്റിലിട്ടു. അപ്പോൾ മേ ബി നല്ല ക്വാളിറ്റിയാണ്, നല്ല പ്രിൻ്റാണ്, ഓക്കെ, നല്ല ഡിസൈൻ ഒക്കെയാണ്, നല്ല സെയിൽ കാണുന്നത്. സോ ഫീഡ്ബാക്ക് ഇസ് ഗുഡ്, വി ക്യാൻ കീപ് ദിസ് അപ്പ്. കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്, നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സംടൈം ഫീഡ്ബാക്ക് വിൽ ബി ബാഡ്, ബിക്കോസ് ഒരിക്കലും തന്നെ കളർ പോകുന്നു, ഡിസൈനൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്, സൈസിൽ ഇതില്ല. എക്സലും ചിലപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ടീഷർട്ട് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് കാണാം, ചിലപ്പോൾ എക്സലും ലാർജും എല്ലാം ഒരേ സൈസ് ആയിരിക്കും, സ്റ്റിക്കർ മാത്രം വേറെ ആയിരിക്കും. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്.
സ്റ്റാൻഡേർഡ് അല്ല, പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല, അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരാം. അപ്പം അത് ഫീഡ്ബാക്കാണ്. അപ്പോൾ അത് ഇൻപുട്ടിലേക്ക് വരും. അപ്പോൾ മാനേജ്മെന്റ് സ്റ്റൈൽ മാറ്റും. അപ്പോൾ നമ്മൾ അതായത് കറക്റ്റ് ഇപ്പോൾ കളർ പോകുന്നു, അപ്പം നമ്മൾ എടുത്ത സപ്ലയർ തന്ന തുണി മോശമാണ്, നമ്മൾ പ്രോപ്പർലി ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടില്ല, അവിടെ നമ്മൾ കറക്ഷൻസ് ചെയ്തു. അതാണ് സിസ്റ്റം അപ്രോച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ വരുന്നത് കണ്ടിജൻസി അപ്രോച്ചാണ്. കണ്ടിജൻസി അപ്രോച്ച് വെച്ചാൽ ഇത് ഇതിൻ്റെ അപ്രോച്ചിന് സിസ്റ്റം അപ്രോച്ചിൻ്റെക്കാളും ഒരു ബെറ്റർമെൻ്റ് ആണ്. ഓക്കെ, സിസ്റ്റം അപ്രോച്ചിന് ബെറ്റർ ആയതാണ് കണ്ടിജൻസി അപ്രോച്ച്. അപ്പോൾ കണ്ടിജൻസി അപ്രോച്ചിൽ വരുന്നത് ഇറ്റ് ഇസ് കണ്ടിജൻസി ഓഫ് സിറ്റുവേഷണൽ അപ്രോച്ചാണ്. ഓരോ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന അപ്രോച്ച് നമ്മൾ എങ്ങനെ മീറ്റ് ചെയ്യും. ഓക്കെ, സോ ദ കണ്ടിജൻസി അപ്രോച്ച് ഓർ സിറ്റുവേഷണൽ അപ്രോച്ച് stresses the absence of one single way to manage and emphasize the need for management strategies based on all relevant facts. Okay, so the meaning is contingency approach അല്ലെങ്കിൽ സിറ്റുവേഷൻ അപ്രോച്ച് എന്ന് പറയും നമുക്ക് ഒരു ബെസ്റ്റ് വേ എന്നതില്ല, മാനേജ് ചെയ്യാൻ ഒരു ബെസ്റ്റ് വേ എന്നതില്ല. ഓക്കെ, നമ്മൾ മുന്നേ പഠിച്ചൊക്കെ there is one best way, ഓരോ തിയറീസ് പറയുന്നത് വൺ ബെസ്റ്റ് വേ ഉണ്ട്, ആ ബെസ്റ്റ് വേ കണ്ടുപിടിക്കലാണ് നമ്മളെ മാനേജറിന്റെ പണി എന്നൊക്കെയാണ് പഠിച്ചത്. പക്ഷേ കണ്ടിജൻസി അപ്രോച്ചിലേക്ക് വരുമ്പോൾ കണ്ടിജൻസി അപ്രോച്ച് പറയുന്നത് അങ്ങനെ ഒരു ബെസ്റ്റ് വേ ഇല്ല, മാനേജ് ചെയ്യാൻ ഒരു വൺ ബെസ്റ്റ് വേ ഇല്ല. പിന്നെയോ അതായത് മാനേജർ സ്ട്രാറ്റജീസ് വിൽ ബി ബേസ്ഡ് ഓൺ ഓൾ റെലവൻറ്റ് ഫാക്ട്സ്. അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും മാനേജർ സ്ട്രാറ്റജീസ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ലോക്ക്ഡൗൺ വന്നില്ലേ, ലോക്ക്ഡൗൺ വരുന്നത് അതിന് മുന്നത്തെ നോക്കൂ ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് വന്നത്, പെട്ടെന്ന് വന്നു ലോക്ക്ഡൗൺ, കോവിഡ് വന്നു, പെട്ടെന്ന് ലോക്ക്ഡൗൺ ആയി. സോ വി ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ്. ഓക്കെ, വി ഡിഡ്ന്റ് പ്ലാൻ ഫോർ ഇറ്റ്. സോ ആൾക്കാർ മാറി. സോ എന്ത് ചെയ്തു, അത് കുറേ കാലം അടിച്ചിട്ടു. പിന്നെ റെസ്റ്റോറൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു, റെസ്റ്റോറൻറ്റ്സും സാധാരണ സൂപ്പർ മാർക്കറ്റ്സും സ്റ്റാർട്ട് ചെയ്തു. നോർമലായിട്ടുള്ള ചെറിയ ചെറിയ ഷോപ്സ് വരെ എന്ത് ചെയ്തു, ഹോം ഡെലിവറി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഹോം ഡെലിവറി ചെയ്യാൻ ഇത് കുറേ ആപ്സ് വന്നു. ഓക്കെ, സൊമാറ്റോ സ്വിഗ്ഗി മാത്രം ഫോളോ ചെയ്ത് നമുക്കിപ്പം ഫോണിൽ ഇഷ്ടംപോലെ ആപ്സ് വന്നു, ഓരോ ഡെലിവറി ക്ലബ് പോലെ. ഈവൻ ചിലപ്പോൾ എന്ത് ചെയ്തു, ചിലപ്പോൾ നമ്മൾ റെസിഡൻസ് അസോസിയേഷനിൽ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സാധനങ്ങൾ എത്തിക്കുക. കമ്പനീസ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സ് ഡയറക്റ്റ് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അവർ നമുക്ക് അടുത്ത ദിവസം സാധനം എത്തിക്കും എന്ന രീതിയിലേക്ക് മാറി. നമ്മൾ മാനേജ്മെന്റ് സ്റ്റൈൽ മാറി. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ മുമ്പിലുള്ള ഫാക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ മാനേജ്മെന്റ് സ്റ്റൈൽ തീരുമാനിക്കേണ്ടത്. റൈറ്റ്, സോ ദിസ് അപ്രോച്ച് ട്രൈസ് ടു ഇന്റഗ്രേറ്റ് ദ വേരിയസ് അപ്രോച്ചസ് ഓഫ് മാനേജ്മെന്റ് ഓർ മാനേജ്മെന്റ് തോട്ട്സ്. മാനേജ്മെന്റിന്റെ ഇതുവരെ മുന്നേ ഉണ്ടായ എല്ലാ അപ്രോച്ചസും നമ്മൾ ഓഷി സെഡ് തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജോബ് കൊടുക്കുമ്പോൾ ലൈഫ് ടൈം ജോബ് കൊടുക്കുന്നതാണ് നല്ലത്, റെസ്പോൺസിബിലിറ്റി സോൾഡ് റെസ്പോൺസിബിലിറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഡിസിഷൻ മേക്ക് കളക്റ്റീവ് ആയിരിക്കണം. ഇതൊക്കെ ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും ഇല്ലാന്നല്ല, ഇവ മുന്നേയുള്ള എല്ലാത്തിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇത്. ഇന്റഗ്രേറ്റ് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. ഓക്കെ, this approach suggests that managers need to be developing skills that are most useful in identifying the important situation factors. Okay, so ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മാനേജറിന്റെ സ്കില്ലിനാണ്. അപ്പോൾ മാനേജർ സ്കില്ല് ഒരു ദിവസം ഉണ്ടാകുന്നില്ല, പതുക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദാറ്റ് സ്കിൽ ഷുഡ് ബി ഡെവലപ്ഡ് ഇൻ മാനേജർ സോ ദാറ്റ് ഹി ക്യാൻ സെൻസ്. ഇപ്പം തന്നെ നമുക്ക് നോക്കാം, ഇപ്പം തന്നെ നമുക്കറിയാം 9 o'clock ഇത് വെച്ചിട്ടുണ്ട്, കർഫ്യൂ വെച്ചു. നമുക്കറിയാം ഇപ്പം ഡെയിലി കേസസ് നമ്മൾ നോക്കും, കൂടി ചില കാണുന്നു. സോ മിക്കവാറും കർഫ്യൂസ് എന്ത് ചെയ്യും, കുറച്ചുകൂടി നേരത്തെ ആവാൻ ചാൻസ് ഉണ്ട്, നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കാരണം മുൻകാല അനുഭവം ഉണ്ടല്ലോ നമുക്ക്, ഇങ്ങനെ ഉണ്ടായി. പക്ഷേ ലോക്ക്ഡൗൺ എന്നിട്ട് ഇതുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നൊരു പേടി നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ സിറ്റുവേഷൻ ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ മാനേജേഴ്സിന് പറ്റണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും ആപ്സിലേക്കോ അല്ലെങ്കിൽ ഡെലിവറി ബോയ്സിൻ്റെ ഇതോ കുട്ടിയോ അങ്ങനെ എല്ലാം റെഡിയാക്കി നിൽക്കാൻ മാനേജേഴ്സിന് പറ്റണം. ഓക്കെ, സോ ദേ ഷുഡ് ബി ഏബിൾ ടു ഐഡന്റിഫൈ which technique in a particular situation will best contribute to the attainment of manager goals. ആ സിറ്റുവേഷനിൽ ഏതാണ് നല്ലത്, ആ സിറ്റുവേഷനിൽ ഏതാണ് നല്ലത് അത് മാനേജറിന് എന്ത് ചെയ്യാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, നമ്മളെ ഗോൾ മീറ്റ് ചെയ്യണമെങ്കിൽ ആ ഗോൾ എന്തായിരിക്കും, നോർമലി ഗോൾ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഷോപ്പ് അടച്ചിട്ടാൽ നമുക്ക് പ്രോഫിറ്റ് ഇല്ല. സോ ഷോപ്പ് അടക്കേണ്ടി വന്ന സിറ്റുവേഷൻ വന്നാൽ നമ്മളെങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും എന്നത് ആലോചിക്കണം. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഈ സിസ്റ്റത്തിന്റെ? മാനേജ്മെന്റ് എക്സ്റ്റേണലി സിറ്റുവേഷൻ, ഓക്കെ, പുറത്തുനിന്ന് ഉള്ളതാണ്. നമ്മൾ ആ ഫീഡ്ബാക്ക് എന്നിട്ട് നമ്മൾ പഠിച്ചില്ല, എൻവയറമെന്റൽ ഇമ്പാക്ട്, എക്സ്റ്റേണൽ എൻവയറമെന്റ്, ആ ഇമ്പാക്ട് വളരെ കൂടുതലാണെന്ന് ആണ് ഈ സിസ്റ്റത്തിന്റെ ഈ അപ്രോച്ചിന്റെ ബേസിക്. ഓക്കെ, മാനേജ്മെന്റ് ഇസ് എക്സ്റ്റേണലി സിറ്റുവേഷൻ. ദ കണ്ടീഷൻസ് ഓഫ് ദ സിറ്റുവേഷൻ വിൽ ഡിറ്റർമൈൻ വിച്ച് ടെക്നിക്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഷുഡ് ഫിറ്റ് ദ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഓക്കെ, ഈ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ,
അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സിറ്റുവേഷൻസ് മാറി. ഗവൺമെന്റ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് നമ്മൾ ഇല്ല ഞാൻ ലോക്ക്ഡൌൺ അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ നിൽക്കാനില്ല. ബിക്കോസ് ഫൈൻ ഉണ്ടാവും, മേ ബി കേസസ് ഉണ്ടാവും. അപ്പോൾ വി കനോട്ട് ബി ഇൻഡിഫറൻറ്റ്, നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഓക്കെ, എക്സ്റ്റേണൽ സിറ്റുവേഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യുന്നു തീരുമാനിക്കുക ആസ് എ മാനേജർ. ഓക്കെ, ദർ ഇസ് നോ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എനിത്തിങ്. ഇതാണ് അത് ഞാൻ മുന്നേ പറഞ്ഞത്, ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞതാണ്. ദർ ഇസ് നോ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എനിത്തിങ്. ഇന്ന രീതി ചെയ്താലേ നടക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, വൺ നീഡ്സ് ടു അഡാപ്റ്റ് ഹിംസെൽഫ് ടു ദി സർക്കംസ്റ്റൻസസ്. ഓക്കെ, സിറ്റുവേഷൻ അനുസരിച്ച്, സർക്കംസ്റ്റൻസ് അനുസരിച്ച് അയാളെ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വേറെ രീതിയിൽ വരുന്നേ ഉള്ളൂ. ഓക്കെ, മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് വേറെ ലാംഗ്വേജിൽ വരുന്നത്. ഓക്കെ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇഫ് ദെൻ അപ്രോച്ച്. ഓക്കെ, ഇഫ് ദെൻ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, ഇപ്പം ഒരു സ്റ്റാഫ് ടീച്ചർ ഇത് പറഞ്ഞു, ഇന്ന ഡേറ്റിന് ഒരു ക്വിസ് ടെസ്റ്റ് വെച്ചു. ഓക്കെ, അപ്പോൾ അന്ന് ഡേറ്റ് ക്വിസ് ടെസ്റ്റ് വെച്ചാൽ ചിലപ്പം വേറെ ടെസ്റ്റ് വെച്ചിട്ടുണ്ടാവും, വേറെ സ്റ്റാഫ് ടെസ്റ്റ് ആദ്യം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പോയിട്ട് സ്റ്റാഫിൻ്റെ അടുത്ത് പറയും, മിസ്സേ ഇങ്ങനെ ടെസ്റ്റ് വെച്ചിട്ട് ആ ഡേറ്റ് നമുക്ക് വേറെ എക്സാം ഉണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്, അപ്പോൾ ഒന്ന് ഡേറ്റ് മാറ്റിത്തരണം. ഓക്കെ, അപ്പം മാറ്റിത്തരണം എന്ന്, ഇഫ് മാറ്റിത്തരൂ എന്ന് നമ്മൾ പറയുന്നത്. ഇഫ് മാറ്റി തന്നാൽ നമുക്ക് വേറെ ഡേറ്റ്, മാറ്റി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ ഇത് ചെയ്യണം, രണ്ടും പഠിക്കണം, അങ്ങനെ വരും. ഇഫ് ദെൻ അപ്രോച്ച്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. ദിസ് ഈസ് പ്രാക്ടിക്കലി സൂട്ടഡ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണിത്. അതായത് ഫസ്റ്റ് പഠിക്കുന്നത് ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി കോമൺ സെൻസ് ആണെന്ന് നമുക്ക് തോന്നും പല കാര്യങ്ങളും. ഓക്കെ, മാനേജ്മെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഷുഡ് റെസ്പോണ്ട് ടു ദി എൻവയൺമെന്റ്. എൻവയൺമെന്റ് എന്ന് വെച്ചാൽ പ്രകൃതി മാത്രമല്ല കേട്ടോ, നമ്മൾ എക്സ്റ്റേണൽ എൻവയൺമെന്റ് എന്ന ടേം നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് മോഡിൽ തന്നെ എക്സ്റ്റേണൽ എൻവയൺമെന്റ്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് എക്സ്റ്റേണൽ എൻവയൺമെന്റ്. അവിടെ കസ്റ്റമേഴ്സ് വരും, നമ്മുടെ സപ്ലയേഴ്സ് വരും, ഗവൺമെന്റ് വരും, നോർമൽ പബ്ലിക് വരും, എല്ലാവരും വരും. ഓക്കെ, മൈക്രോ എൻവയൺമെന്റ്, മാക്രോ എൻവയൺമെന്റൽ റൂമില്ലേ, അതുപോലെ മാനേജ്മെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഷുഡ് റെസ്പോണ്ട് ടു ദി എൻവയൺമെന്റ്. എങ്ങനെയാണ് ചുറ്റുവട്ടമുള്ളത് അതുപോലെയായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. This approach is highly dependent on the experience and judgment of the manager in a given organization. Judgment of the manager in a given organization environment. എവിടെയും വർക്ക് ചെയ്യുന്ന മാനേജറെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, this approach is highly dependent on the experience and judgment of the manager in a organization environment. എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെയാണ് അവരെ ഇത് ഡിപ്പെൻഡ് ചെയ്യുക. അതായത് മാനേജറെ എക്സ്പീരിയൻസും മാനേജറെ ജഡ്ജ്മെന്റ് ആണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് വരുന്നത്. റൈറ്റ്, സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ്? Advantages such as we have this is a guide ആണ്. ഓക്കെ, ഗൈഡ്സ് ദ മാനേജർ ടു ബി അഡാപ്റ്റീവ് ടു ദി എൻവയൺമെന്റ്. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊരു നമുക്ക് അവയർനെസ്, ഗൈഡ്ഷിപ്പ് നമുക്ക് ഈ സിസ്റ്റം അപ്രോച്ച് നമുക്ക് തരുന്നുണ്ട്. ഇറ്റ് ടെൽസ് ദ മാനേജർ ടു ബി പ്രാക്ടിക്കൽ ആൻഡ് ഓപ്പൺ മൈൻഡഡ്. ഓക്കെ, സോ മാനേജർ ഷുഡ് ബി പ്രാക്ടിക്കൽ, ഇറ്റ് ഷുഡ് ബി ഓപ്പൺ മൈൻഡഡ്. ഇല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ ഇതാക്കി നിൽക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയാ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു കമ്പനി ഇങ്ക് പെൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇങ്ക് പെൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിൽ നടക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ക് പെന്നേക്കാൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ബോൾ പെന്നാണ്. ബിക്കോസ് നമുക്കറിയാം ഇഷ്യൂസ് ഉണ്ട്, മഷി ലീക്ക് ചെയ്യുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നു, അങ്ങനെ ഇത് വരുന്നുണ്ട് എന്നുള്ളത് ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബോൾ പെന്നാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ സെയിൽ കുറച്ച് കുറയാൻ തുടങ്ങി നമുക്ക് തോന്നി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ സിറ്റുവേഷൻ വന്നു, അങ്ങനെ ഒരു ഇത് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യു ഷുഡ് ബി പ്രാക്ടിക്കൽ. ഇല്ല അത് സാറില്ല, ഇതെല്ലാം ടെമ്പററി ആണ്, നമ്മളെ സ്റ്റാൻഡേർഡ് നമ്മളെ അങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുപോകണം എന്ന് വിചാരിക്കാൻ പാടില്ല. വാട്ട് ഷുഡ് ബി ഡു ഇസ് നമ്മൾ എന്ത് ചെയ്യാം, ഓപ്പൺ മൈൻഡ് ആവും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, മഷി ലീക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സ്പ്രെഡ് ആവുന്നു, അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നു. അപ്പം നമ്മൾ ബോഡീനെ കുറെ കൂടി നല്ല സ്റ്റിഫാക്കി വെച്ചു, അങ്ങനെ ഉണ്ടാക്കി നമ്മളത് നല്ല അഡ്വർടൈസ്മെന്റ് കൊടുത്തു. ഓക്കെ, അഡ്വർടൈസ്മെന്റ് കൊടുത്ത് നമുക്ക് ആൾക്കാരെ വീണ്ടും ആകർഷിക്കാൻ പറ്റും നോക്കുന്നു. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എന്താ, നമുക്ക് ബോൾ പോയിന്റ് പെന്നിന്റെ ഇതിന്റെ പ്രൊഡക്ഷൻ കുറച്ചിട്ട് ഇങ്ക് പെന്നിന്റെ പ്രൊഡക്ഷൻ കുറച്ച് ബോൾ പോയിന്റ് പെന്നിന്റെ പ്രൊഡക്ഷൻ കൂട്ടാം. റൈറ്റ്, അല്ലെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ക് പെന്നിന്റെ പ്രൊഡക്ഷൻ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ബോൾ പെന്നിന്റെ പ്രൊഡക്ഷൻ നമുക്ക് പുതിയതായിട്ട് കൂട്ടാൻ പറ്റും. അപ്പം അങ്ങനെ പല ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പം മാനേജർ ഷുഡ് ബി പ്രാക്ടിക്കൽ. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും, മാറ്റം അനിവാര്യമാണ്. ഓക്കെ, ചേഞ്ചസ് നെസസറി, ഇറ്റ്സ് എ നെസസിറ്റി എന്ന് നമുക്കറിയാം. സോ ചെയ്യാൻ റെഡി ആയിരിക്കണം. അല്ലാണ്ട് ഇല്ല ഞാൻ ഇത്ര ആളും ഞാൻ ഇതേപോലെ ചെയ്ത് ഇനി ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, അങ്ങനെ ഒരിക്കലും വാശി പിടിച്ച് നിൽക്കാൻ പാടില്ല. ഓക്കെ, ദ കണ്ടിൻജൻസി അപ്രോച്ച് ഇസ് എൻ ഇംപ്രൂവ്മെന്റ് ഓവർ സിസ്റ്റംസ് അപ്രോച്ച്. ഇറ്റ്സ് എൻ ഇംപ്രൂവ്മെന്റ് ഓവർ സിസ്റ്റംസ് അപ്രോച്ച്. Then
It not only examines the relationship between subsystems of the organization, but also the relationship between the organization and its environment. ആണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഉണ്ടല്ലോ പെന്നിൻ്റെ. അപ്പം പുറത്തുനിന്ന് നമ്മൾ ഡിമാൻഡ് കുറഞ്ഞു അല്ല, പുറത്ത് നമ്മുടെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പം നമുക്ക് പുതിയതായിട്ട് ചെയ്യണം. പുതിയ ചെയ്യാൻ നമ്മൾ പുതിയൊരു ബോൾ പെന്നിൻ്റെ യൂണിറ്റ് തുടങ്ങുന്നത് പുതിയ സബ്സിസ്റ്റമാണ് നമ്മളത്. ഓക്കെ, സിസ്റ്റം തമ്മിലുള്ള റിലേഷൻ മാത്രമല്ല, എൻവയറമെൻ്റ് ആയിട്ടുള്ള റിലേഷൻ കൂടി നമ്മൾ കൂടുതൽ ഇതിനകത്ത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം മറ്റേ ഇത് തന്നെയാണ് ബേസിക്കലി നമ്മൾ സിസ്റ്റം അപ്രോച്ച് എനിക്ക് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തു. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന രീതിയിലും കൂടി ആഡ് ചെയ്യുന്നു, അത്രേ വരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ? എനി ഡൗട്ട് ലെറ്റ് മീ നോ പ്ലീസ്. റൈറ്റ്, നമുക്കൊരു ടോപ്പിക് കൂടി നോക്കാനുണ്ട്. ദാറ്റ് ഇസ് McKinsey's 7S ഫ്രെയിംവർക്ക്. ഓക്കെ, 7S 7S കൊടുക്കുന്ന 7 ടേംസിന്റെ ഒരു ഫ്രെയിംവർക്ക് ആണ്. ഓക്കെ, ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, മോഡലാണ്. ഓക്കെ, സോ ദിസ് ഫ്രെയിംവർക്ക് വാസ് ഡെവലപ്ഡ് ബൈ McKinsey കമ്പനി. ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തതാണ് ദിസ് ഫ്രെയിംവർക്ക്. ഓക്കെ, rather than നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഓരോ ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്തതല്ല. ഇറ്റ്സ് ക്രിയേറ്റഡ് ബൈ ഓഷി, മെഗ്രഗർ, ലിലിയൻ ആൻഡ് ഫ്രാങ്ക് ഗിൽബ്രത്ത്, FW ടൈലർ, അങ്ങനെയല്ല, മെഗ്രഗർ, അങ്ങനെയല്ല. Okay, we are talking about a company has developed this thing called McKinsey's 7S framework, developed by a company called McKinsey. Okay, so in this framework, what happens is they have 7 interdependent factors. These models have 7 interdependent factors which are classified as either hard or soft. Okay, രണ്ട് ക്ലാസിഫിക്കേഷനിൽ 7 എണ്ണം, ഹാർഡ്, സോഫ്റ്റ്. ഓക്കെ, ഹാർഡ് എലമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഹാർഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഈസിയർ ടു മാനേജ്, ദേ ആർ ഈസിയർ ടു ഹാർഡാണ്, തൊട്ട് നോക്കാൻ പറ്റുന്നത്, തൊട്ട് നോക്കി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് എടുത്താൽ മതി. ഓക്കെ, നല്ലൊരു ഹാർഡായ ഒരു സാധനം നമുക്ക് കൈമിലെടുത്ത് മാനേജ് ചെയ്യാം, അതിനെ ഐഡന്റിഫൈ ചെയ്യാം, ഇതാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഈസിയാണ്. അതിൻ്റെ എക്സാമ്പിളാണ്, സോറി, അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് 7S എന്നുള്ള പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വരുന്ന ഇതാണ് സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം. ഇതൊക്കെ എന്താണ് നമുക്ക് നോക്കാം. ബട്ട് ഫോർ ദ ടൈം ബീങ് അണ്ടർസ്റ്റാൻഡ്, ഹാർഡ് എലമെന്റ് മീൻസ് they are easier to define, they are easier to identify, and they are easier to manage. Okay, ഡിഫൈൻ ചെയ്യാൻ പറ്റണം, ഇന്ന സാധനം ആണെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റണം. they should be easier to identify, നമുക്ക് ഇവിടെ കണ്ടുള്ള തിരിച്ചറിയാൻ പറ്റണം. and they should be easier to manage. അങ്ങനെയുള്ളതാണ് ഹാർഡ് എലമെന്റ്സ്. ഓക്കെ, മാറിപ്പോകരുത്. ഏതും വേർഡ് മീനിങ് വെച്ചിട്ട് ഹാർഡ് സോഫ്റ്റിംഗ് ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പറ്റരുത്. ഹാർഡ് എന്ന് വെച്ചാൽ they are easier to, ഹാർഡ് ഇസ് ഈസി. നമ്മൾ ഹാർഡ് ഡിഫിക്കൽട്ട് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വേണ്ട ഇവിടെ. ഹാർഡ് ഇസ് ഈസിയർ ടു ഐഡന്റിഫൈ, മാനേജ് ആൻഡ് ഡിഫൈൻ. ഓക്കെ, ഹാർഡ് എലമെന്റ്സ് വരുന്നത് 3 കാര്യങ്ങളാണ്: സ്ട്രാറ്റജി, സ്ട്രക്ചർ ആൻഡ് സിസ്റ്റം. സ്ട്രാറ്റജി, സ്ട്രക്ചർ ആൻഡ് സിസ്റ്റം. സോഫ്റ്റ് എലമെന്റ്സിൽ വരുന്നത് സ്റ്റാഫ്, സ്റ്റൈൽ, സ്കിൽ ആൻഡ് ഗോൾ, ഷെയർഡ് ഗോൾ. ഓക്കെ, ഷെയർഡ് ഗോൾസ് ആണ് സോഫ്റ്റ് എലമെന്റ്സിൽ വരുന്നത്. അപ്പം ഹാർഡ് എലമെന്റ്സ് തരുന്നത് ദേ ആർ ഈസിയർ ടു ഐഡന്റിഫൈ, ഡിഫൈൻ ആൻഡ് മാനേജ്. സോഫ്റ്റ് എലമെന്റ്സ് ദേ ആർ ഡിഫിക്കൽട്ട് ടു ഡിസ്ക്രൈബ് ആൻഡ് ലെസ് ടാഞ്ചിബിൾ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയാം ഫീലിംഗ്, എൻ്റെ ഫീലിംഗ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ലേ, അത് ലെസ് ടാഞ്ചിബിൾ ആണ്. ആൻഡ് മോർ ഇൻഫ്ലുവൻസ് ബൈ കൾച്ചർ. നമ്മളെ ചുറ്റുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെ? സ്റ്റാഫ്, സ്റ്റൈല്, സ്കില്ല്, ഗോൾ. ഷെയർഡ് ഗോൾ, ഗോളല്ല ഷെയർഡ് ഗോൾ, കാരണം 7S ആണ്. ഓക്കെ, സോ നൗ വി ഷാൽ സീ വാട്ട് ദീസ് ആർ. സോ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ is used in business to describe how an organization is going to achieve its objective. It is defined as a systematic approach in positioning the business in relation to its environment and ensure continued structure. Okay, അതാണ് സ്ട്രാറ്റജി കൊണ്ടത്. അപ്പം എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മൾ ക്രിക്കറ്റ് മാച്ചസ് കാണുന്നുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് മാച്ചസിന് വരുമ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ടാർഗറ്റ് സ്കോർ ഇസ് 300+. ഓക്കെ, 350 ആണ് ടാർഗറ്റ് സ്കോർ എന്ന് വിചാരിക്കും. അപ്പോൾ ടാർഗറ്റ് സ്കോർ 350 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബാറ്റ്സ്മാൻമാർ വരുമ്പോൾ തന്നെ അവരുടെ മെന്റാലിറ്റി എന്തായിരിക്കും? സോ ദേ നീഡ് ടു സ്കോർ അറ്റ് ഹയർ റേറ്റ്, റൈറ്റ്? ദേ നീഡ് ടു സ്കോർ അറ്റ് ഹയർ റേറ്റ്. റൺ റേറ്റ് 7 വെച്ചാൽ മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ. ആ ഒരു രീതിയിൽ വരും അല്ലേ, റൈറ്റ്? അപ്പം ആ ഒരു സ്ട്രാറ്റജി എന്താ? വന്ന ഉടനെ നല്ല രീതിയിൽ ബിഹേവ്
ബോൾ അറ്റ്ലീസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുക, സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുകയെങ്കിലും ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ നമുക്ക് ജയിക്കണം. ഓക്കെ, അവർ എയിം എന്താണ്? വി നീഡ് ടു വിൻ ദ ഗെയിം, റൈറ്റ്? ആ എയിം അറ്റൈൻ ചെയ്യാൻ ഹൗ ഡു വി ബ്രിങ് ഇറ്റ് ഔട്ട്, അതാണ് പറയുന്നത്. It's used in business, strategy is used in business to describe how an organization is going to achieve its objectives. എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? അതാണ്. It is defined as a systematic approach in positioning the business in relation to its environment to ensure continued success. Continued structure, continued success എന്ന് structure എന്ന് meaning success എന്ന് എടുത്തോ, continued success ആയിട്ട്. ഓക്കെ, opting for continued success. ഇതേപോലെയുള്ള മുന്നോട്ട് പോകണം. Then comes structure. Structure വെച്ചാൽ an organization structure means the systematic arrangement of people working for an organization and the relationship between the positions. This includes roles, responsibility and accountability. Okay. സ്ട്രക്ചർ എന്ന് ഉദ്ദേശം നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ് റൂംസ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് റെപ്പ് ഉണ്ട്. ഓക്കെ, ക്ലാസ് റെപ്പ്, സബ്ജക്ട് ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, then you have your HOD, you have your principal, right? അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ക്ലാസ് റെപ്പ് എന്ന രീതിയിൽ ക്ലാസ് റെപ്പിനോട് പറയും. ക്ലാസ് റെപ്പാണ് നിങ്ങളുടെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഉള്ളത്. അപ്പോൾ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ഐദർ ടു ദ ടീച്ചർ, സബ്ജക്ട് വൈസ് ആണ്, ടു ദ ടീച്ചർ ആവും, അല്ലെങ്കിൽ വേറെ ഇപ്പം ഒരു ഫാന് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് സിറ്റുവേഷൻ, നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വരുന്ന ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സിസ്റ്റം നിങ്ങളെ സബ്ജക്ട് കോർഡിനേറ്റർ, സ്റ്റാഫ് കോർഡിനേറ്റർ എടുത്ത് പോയി പറയും. സ്റ്റാഫ് കോർഡിനേറ്റർക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ സ്റ്റാഫ് കോർഡിനേറ്റർ അതവിടെ കറക്റ്റ് ചെയ്യും. സ്റ്റാഫ് കോർഡിനേറ്റർ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ സ്റ്റാഫ് കോർഡിനേറ്റർ അടുത്ത ലെവലിലേക്ക് HOD ലെവലിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ HOD ലെവൽ എന്ത് ചെയ്യും? നോക്കും. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ, ഓക്കെ ദെൻ ഗുഡ്. പോസിബിൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പാസ് ചെയ്യും, പ്രിൻസിപ്പൽ ലെവലിലേക്ക് പാസ് ചെയ്യും. റൈറ്റ്? അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് റൂം സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ അതേപോലെ എല്ലാവരുടെയും ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ആണ് ഒരാളും ഇത്. അപ്പോൾ ഓരോരുത്തർക്ക് കൃത്യമായ റോളുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഓക്കെ, ഓരോരുത്തർക്ക് ഓരോ റോള് കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തർക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ പ്രശ്നം വന്നു ചെയ്തില്ല, അപ്പോൾ ആരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്തുകൊണ്ട് പറഞ്ഞില്ല, റൈറ്റ്? എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് റെപ്രസെൻറ്റേറ്റീവ് ചോദിക്കുക. അതേപോലെ അങ്ങനെ എല്ലാവർക്കും ഓരോ റോൾസും റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഉണ്ട്. ദെൻ കം സിസ്റ്റംസ്. സിസ്റ്റം എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, റെഗുലേഷൻ, പ്രൊസീജിയർ. നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇപ്പം നമ്മൾ റൂൾ സെറ്റ് ഒക്കെ എങ്ങനെയല്ലേ? ഇപ്പം ലൈക്ക് നമ്മളെ ക്ലാസ് റെപ്പ് പറയും, ക്ലാസ് റെപ്പ് നമ്മളെ സ്റ്റാഫ് കോർഡിനേറ്റർ എടുത്ത്, സ്റ്റാഫ് കോർഡിനേറ്റർ HOD എടുത്ത് HOD വരും. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ്. ഓക്കെ, ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചെടുത്ത് നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ടാവും, റൈറ്റ്? നിങ്ങൾ സ്കൂളിൽ ഒരു സിസ്റ്റം ഫോളോ ചെയ്തു, സ്കൂളിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഒരു സിസ്റ്റം ഫോളോ ചെയ്തു. ഇപ്പോൾ ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ വീട്ടിലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, രാവിലെ എത്ര മണിക്ക് എണീക്കും, ഇങ്ങനെ ഫുഡ് കഴിക്കും, ഈ സിസ്റ്റം ഉണ്ടായിരുന്നു. അവിടുന്ന് മാറി ഹോസ്റ്റലിലേക്ക് വന്നിട്ടുമ്പോൾ സിസ്റ്റം മാറി. So everywhere there will be a system. But these are the management tools. System one tool for planning, decision making, communication and control. Okay, നമുക്ക് പ്ലാൻ ചെയ്യാനും തീരുമാനം എടുക്കാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇതിലൊക്കെ ഉള്ള സഹായിക്കുന്ന സിസ്റ്റമാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, നിങ്ങളിപ്പം ടൂർ പോകാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് സെറ്റ് ഓഫ് റൂൾസ്, കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ നിങ്ങളത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന രീതിയിൽ നിങ്ങളത് അത് ഇതാക്കും, എന്ത് ചെയ്യും, നിങ്ങൾ ഫോർവേഡ് ചെയ്യും. അപ്പം ചിലപ്പം ഉണ്ടാവും അവിടെ വരുമ്പോൾ ഒരു പ്രശ്നം വരും. ചിലപ്പോൾ നിങ്ങൾ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പോകുന്നുണ്ട്, ഔട്ട്സൈഡ് സ്റ്റേറ്റ് പോകുമ്പോൾ ചിലപ്പം ചില സ്റ്റേറ്റിലേക്ക് പോകാൻ നമുക്ക് ടാക്സ് കൂടുതലായിരിക്കും. ടൂർ പോകുമ്പോൾ ടാക്സ് കൂടുതലാണ്. അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ കണ്ടു, നിങ്ങൾ ഡിസിഷൻ എടുക്കണം. ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ എല്ലാം സംസാരിക്കണം. ഇങ്ങനെ എക്സ്ട്രാ ടാക്സ് വരും, എക്സ്ട്രാ ടാക്സ് വരും, നമ്മൾ ഇത്ര എക്സ്ട്രാ പേയ്മെൻറ്റ് അവർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇതാക്കും, ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കും. ഓക്കെ, നോ പ്രോബ്ലം, എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ സ്ഥലത്ത് പോകാം. അത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇതൊക്കെ കൺട്രോൾ ചെയ്യും. അപ്പോൾ അതൊക്കെ ഉണ്ടാണെങ്കിൽ എന്താണ്, ഈ റൂൾസും റെഗുലേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ അറിയെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. റൈറ്റ്? അപ്പോൾ വെച്ചാൽ ഇന്ന സ്ഥലത്ത് പോകാൻ നിങ്ങൾക്ക് പെർമിഷൻ കിട്ടില്ല, കോളേജിന് പെർമിഷൻ തരില്ല. കണ്ടീഷൻ ഇൻഡസ്ട്രീസിൻ്റെ അടുത്തുള്ള സ്ഥലമായിരിക്കണം, അവിടെ ഒരു ഇൻഡസ്ട്രിയും കൂടിയും വേണം. IB ആണ്, ഇൻഡസ്ട്രി വിസിറ്റാണെങ്കിൽ അവിടെ ഇൻഡസ്ട്രീസ് വേണം എന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു അതുപോലെ പോകും. ഓക്കെ, സോ ആസ് യു കൻ സി ഈ മൂന്ന് കാര്യങ്ങൾ, സിസ്റ്റം, സ്ട്രക്ചർ ആൻഡ് സ്ട്രാറ്റജി, മൂന്ന് കാര്യം വെൽ ഡിഫൈൻഡ് ആണ്. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ. ഡിഫൈൻ ചെയ്യാൻ പറ്റും, റൈറ്റ്? നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും.
റൈറ്റ്. ഇത് നെക്സ്റ്റ് വരുന്ന സ്റ്റാഫ്. അടുത്ത നാലാമത്തെ എസ് ഇത് സ്റ്റാഫ്. സ്റ്റാഫ് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിലുള്ള ആൾക്കാർ മുഴുവൻ, നമ്മളെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ, ആ രീതിയിൽ എല്ലാവരും അതിൻ്റെ അകത്ത് വന്നു. സോ അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ കൺസേൺ, ദിസ് എലമെന്റ് ഇസ് കൺസേൺ വിത്ത് വാട്ട് ടൈപ്പ് ആൻഡ് ഹൗ മെനി എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷൻ വിൽ നീഡ്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർ വേണം, എത്ര ആൾക്കാർ വേണം, ഇതാണ് സ്റ്റാഫ് വരുന്നത്. ഈ നമ്മളെ കമ്പനി അനുസരിച്ച് നമ്മളെ കമ്പനി അനുസരിച്ച് ഈ ബേക്കറീസ് എല്ലാം, നമ്മളിപ്പോൾ ഒരു ബേക്കറി സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരുപാട് ബേക്കറീസ് ഉണ്ട്. ഓക്കെ, ടു മെനി ബേക്കറീസ്, പക്ഷേ എല്ലാ ബേക്കറീസും വേറെ വേറെ രീതിയിലേക്ക് ഉണ്ടാവുക, ഏത് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവിടെ ഉള്ള അനുസരിച്ച്, അവിടെയുള്ള സിറ്റുവേഷൻ അനുസരിച്ച് എത്ര ആൾ വേണം, ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർ വേണം എന്ന് തീരുമാനിക്കുക. ഓക്കെ, അതിന് ബേസ് ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്യാൻ തീരുമാനിക്കുക, ഹൗ ദേ വിൽ ബി റിക്രൂട്ടഡ്, ട്രെയിൻഡ്, മോട്ടിവേറ്റഡ് ആൻഡ് റിവാർഡഡ്. നമ്മൾ പഠിക്കുമ്പോൾ ഒരു വർഷം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നല്ല മാനേജ്മെന്റിന്റെ പ്രാക്ടീസിലെ ഒരു ഇഷ്യൂസ്, ചാലഞ്ചസ് പറഞ്ഞത് നല്ല എംപ്ലോയീസിനെ കിട്ടാറില്ല എന്നുള്ളത് ഒരു പ്രശ്നമായിരുന്നു. റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ല എംപ്ലോയീസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ നിൽക്കണം, നമ്മളവിടെ നിൽക്കണമെങ്കിൽ എനിക്ക് നല്ലൊരു എംപ്ലോയി ഉണ്ട്, ആ എംപ്ലോയി എൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ കൃത്യമായി മോട്ടിവേറ്റ് ചെയ്യണം. റൈറ്റ്. അയാൾ കൃത്യമായി മോട്ടിവേറ്റ് ചെയ്ത് അയാൾക്ക് തോന്നിപ്പിക്കണം എൻ്റെ കൂടെ നിൽക്കണം, അയാൾക്ക് കൃത്യമായി റിവാർഡ്സ് ഞാൻ കൊടുക്കണം, പ്രോഫിറ്റ്, അയാൾക്ക് സാലറി ഇൻക്രിമെൻറ്റോ പിന്നെ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സോ എന്തെങ്കിലും ഞാൻ കൊടുത്ത് ഇതാക്കിയാൽ മാത്രമേ അയാൾ എൻ്റെ കൂടെ തന്നെ നിൽക്കുള്ളൂ. ബിക്കോസ് ഹി ഈസ് എ ഗുഡ് എംപ്ലോയി, ഹി ഗെറ്റ് മെനി മോർ ഓപ്പർച്യൂണിറ്റീസ്. റൈറ്റ്. ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടംപോലെ കിട്ടും. അപ്പം അത് ഉള്ളത് ഞാൻ മനസ്സിലാക്കണം. ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ഞാൻ മനസ്സിലാക്കി ഞാൻ അതനുസരിച്ച് പെർഫോം ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ ചിലപ്പം നല്ലൊരു എംപ്ലോയി ആയിരിക്കും, പക്ഷേ കുറച്ച് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാവും. നമ്മൾ പറയും ചെറുങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുത്താൽ നല്ലോണം വർക്ക് ചെയ്യും എന്ന് നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ടാവും. അതും ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ. ദെൻ സ്റ്റൈൽ വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ലീഡർഷിപ്പ്, ഇൻഡിക്കേറ്റ്സ് ആർ ലീഡർഷിപ്പ് ടെക്നിക്സ്. നമ്മുടെ മാനേജ്മെന്റിന് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ മാനേജർ ലീഡ് ആൻഡ് മോട്ടിവേറ്റ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾ. ഓക്കെ, ഏത് സ്റ്റൈലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് സ്കിൽസ്. ഓക്കെ, സ്കിൽസ് വെച്ചാൽ അത് ഇൻഡിവിജ്വലിൻ്റെ സ്കില്ലാവാം, നമ്മളെ ഓർഗനൈസേഷൻ സ്കില്ലാവാം. ദീസ് ആർ ഡെവലപ്പ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് ഉണ്ടാകുന്നതല്ല നമ്മളെ സ്കില്ല്. ഈവൻ നമ്മളെ ഹാൻഡ് റൈറ്റിങ്ങിനെ ആലോചിച്ച് നോക്കി, നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് പതുക്കെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ സ്കൂൾ ലെവലുണ്ടായ ഹാൻഡ് റൈറ്റിംഗ് അല്ല നിങ്ങളിതിപ്പോൾ, അത് കുറച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് ആദ്യം മാറും. അത് ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ കേപ്പബിലിറ്റീസ് they develop over a period of time and the result of factors such as kind of people in the organization, top management style and organization structure. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് കേസ് നമ്മളെ പലരും ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ അടുത്തേക്ക് ചിലപ്പോൾ ടീച്ചേഴ്സ് പറയും ഇങ്ങനെ ഏതല്ല കുറച്ച് വൃത്തിക്ക് ചെയ്തു, ടീച്ചേഴ്സ് നമ്മളെ ഇതാക്കും. അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് ചെയ്യുന്ന രീതി ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ ലെറ്റർ എ എഴുതുന്ന ഒരു സ്റ്റൈൽ ഉണ്ടാവും, നമ്മൾ എഴുതുന്ന സ്റ്റൈൽ ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്യും. അപ്പോൾ വേറൊരു സ്റ്റൈൽ നമ്മൾ കാണും, കണ്ടു ഇത് നല്ല റിസൾട്ട് ഉണ്ടല്ലോ, എനിക്കിത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിൽ ഞാനത് കോപ്പി ചെയ്യാൻ നോക്കും. ആണ് എങ്ങനെയുള്ള ആൾക്കാരാണ് ഓർഗനൈസേഷനിലുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ, നമ്മൾ എക്സാമ്പിൾ നമ്മൾ ഒരു പുതിയൊരു കയറി അവിടെ നമ്മൾ നോക്കും, ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നമ്മളെ ടീമിൽ എല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, നല്ലോണം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ടീമാണ്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ശ്രമിക്കും. നമ്മൾ ആ ലെവലിലേക്ക് വർക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളാവും. നമ്മൾ ഒരാൾ പറയേണ്ട ആവശ്യം നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ ആവും. പക്ഷെ നേരെ തിരിച്ചു പോകാം, നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും, ആഗ്രഹമുണ്ടോ, പക്ഷെ വർക്ക് ചെയ്യാൻ പോയ സ്ഥലത്ത് എന്താ ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഭയങ്കര കുഴപ്പവും അങ്ങനത്തെ സിറ്റുവേഷനാണ്. റൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളും അതുപോലെ നമ്മൾ എന്ത് ചെയ്താലും കണക്കിനെ എന്നൊരു രീതിയിലും ആ ഒരു ചിന്താഗതി ഡെവലപ്പ് ചെയ്യാം. നമ്മളും എന്ത് ചെയ്യും കുഴപ്പം. അപ്പോൾ എങ്ങനെയാണ് ഓർഗനൈസേഷൻ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പാരൻസ് പണ്ട് പറയില്ലേ, നല്ല ഫ്രണ്ട്സ് വേണം, ഉഴപ്പൊന്ന് കൂട്ടുകെട്ട് പാടില്ല എന്നെല്ലാം പറയുന്നുണ്ടാവും. അതാണ് ഇതിൻ്റെ റീസൺ. ഓക്കെ, ദെൻ അടുത്ത മാനേജ്മെന്റ് സ്റ്റൈൽ എങ്ങനെയാണ്. ഓക്കെ, നല്ലൊരു മുകളിൽ നല്ലൊരു ടോപ്പ് മാനേജ്മെന്റ് നല്ല രീതിയിൽ നമ്മളെ നോക്കുന്ന മാനേജ്മെന്റ് ആണ്. ഓക്കെ, നല്ല രീതിയിൽ നമ്മളെ ഇതാക്കുന്നുണ്ട്, അവർ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കിംഗ് സ്റ്റൈൽ നമ്മളൊന്ന് മാറും, നമ്മൾ സ്കിൽസും മാറും. അവർ എന്ത് ചെയ്യുന്നു, പുതിയ ട്രെയിനിങ് കോഴ്സസ് നമ്മൾ അയക്കുന്നു, ഇത് പോയി പഠിച്ചിട്ട് വരൂ, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് പോയി പഠിച്ചിട്ട് വരൂ, അവർ സ്പോൺസർ ചെയ്യാം. കമ്പനി എംപ്ലോയീസ് നോക്കും. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ചില കമ്പനീസ് നിങ്ങൾ ജോയിൻ ചെയ്താൽ അവർ പറയും ഓക്കെ മാസ്റ്റർ ഡിഗ്രീസ് വേണം, നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് വരൂ. അപ്പം കമ്പനി സ്പോൺസർ ചെയ്യും. കമ്പനി സ്പോൺസർ ചെയ്യുന്ന സീറ്റ്സ് പല കോളേജസിലും വേക്കൻ്റ് ആയി വെച്ചിട്ടുണ്ടാവും. അപ്പം കമ്പനി സ്പോൺസർ ആ കമ്പനിയിൽ നമുക്ക് പോയിട്ട് മാസ്റ്റർ ഡിഗ്രീസ് എത്തിച്ചു വിടാം. അങ്ങനെ ടോപ്പ് മാനേജ് സ്റ്റൈൽ നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും.
ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയുള്ള ഓർഗനൈസേഷൻ ആണ്, നല്ല വൃത്തിക്ക് നടന്നു പോകുന്ന ഓർഗനൈസേഷൻ ആണോ അല്ലേ എന്ന് ഇതാവും. ലാസ്റ്റ് വൺ ഇസ് ഏഴാമത്. സോ സ്ട്രാറ്റജി, then system, then strategy, structure, system, then staff, style, skill, and finally shared goals. Okay, shared goals on the ഇതാണ് സെന്റർ ആണ്. As you can see ഇവിടെ shared goals, it is the center. shared values എന്ന് പറയാം, subordinate goals, അങ്ങനെ എല്ലാം പറയാം shared goals. Okay, ഇത് എല്ലാം interconnected. So you can see strategy, structure, skills, എല്ലാം are all interconnected. Okay, so there is hard as soft as ഉണ്ട്. Okay, so as you can see these are objectives, goals and values of organization. അപ്പോൾ goal എന്താണ്, what is the goal which we need? Okay, so അത് interconnected center ആണ്. Also these are the goals, objectives ആണ്, goals and values that organization want to achieve. Okay, this term includes higher concept. നമ്മളെ goal എന്താണ്, പിന്നെ നമ്മളെ കോളേജിന്റെ മിഷൻ ഉണ്ട്, നമ്മളെ മിഷൻ, നമ്മളെ വിഷൻ എന്താണ്, നമ്മളെ പേർപ്പസ്, നമ്മൾ ഈ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ പേർപ്പസ് എന്താണ്, നമ്മൾ ഈ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന വിഷൻ എന്താണ്, അതിന്റെ മിഷൻ എന്താണ്, പിന്നെ സെൻട്രൽ ബിലീഫ്സ് ഉണ്ടല്ലേ, നമ്മൾ പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ല, എനിക്ക് കുറച്ച് എന്താ പബ്ലിക് സർവീസും വേണം, സാമൂഹ്യ സേവനവും വേണം, ആ രീതിയിലേക്ക് മാറും. പിന്നെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ കൺവെൻഷണൽ ആയിട്ട് ഫോർമൽ സ്റ്റേറ്റ് ഒരു കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ് ബേസിക്കലി ഉറപ്പായിട്ടും ഫസ്റ്റ് വൺ ഇസ് പ്രോഫിറ്റ്. അതിന് പുറമെ അതിന് കൂടുതൽ എന്തൊക്കെയാണ് വരുന്നത്, അത് പതുക്കെ ടൈം എടുത്ത് ആഡ് ആവുന്നതാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ്, റൈറ്റ്? സോ ഫൈനലി ടോപ്പിക് ഇസ് ഇമ്പോർട്ടൻസ്. എന്താണ് മെക്കിൻസി 7S മോഡലിന്റെ ഇമ്പോർട്ടൻസ്? ഓക്കെ, സോ ബേസിക്കലി മോഡലാണ്, ഫ്രെയിം വർക്ക് ആണ്. സോ ഇറ്റ്സ് എ ടൂൾ. ഓക്കെ, it's a tool designed to help business owners and managers understand how aligned their organization is. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 7 കാര്യങ്ങൾ, we have strategy, we have structure, we have system, we have skills, right, we have staff, we have goals. ഇങ്ങനെ 7 കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതെത്ര മാത്രം നമ്മൾ ഈ 7 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. ഈ 7 കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി സക്സസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും, നമ്മുടെ കമ്പനി ഇതൊക്കെ ഉണ്ടോ, നമ്മുടെ കമ്പനി എന്തൊക്കെയാണ് ഉള്ളത്. കൃത്യമായിട്ട് ഒരു എന്താ പറയുക, ഒരു ലേ ഔട്ട് നമുക്കുണ്ട്. ഇത് കാര്യങ്ങൾ ഇതേപോലെ നമ്മൾ ഫോം ചെയ്താൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് കൃത്യമായുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അലൈൻമെന്റ്. ഓക്കെ, ഹൗ അലൈൻ ദിസ് ഓർഗനൈസേഷൻ ഇസ്. അലൈൻമെന്റ് ഇപ്പോൾ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഹൈവേ അലൈൻമെന്റ് പഠിക്കുന്നില്ലേ, ഏത് വഴിക്ക് പോകണം, ഓക്കെ, ഏത് വഴിക്കാണ് നമ്മളുള്ളത്, അതാണ് വരുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ തിയറി ദാറ്റ് ഫോർ ആൻ ഓർഗനൈസേഷൻ ടു പെർഫോം വെൽ ദീസ് 7 എലമെന്റ്സ് നീഡ് ടു ബി അലൈൻഡ്. ഈ 7 എലമെന്റ്സ് അതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിസ്റ്റം എന്താകാൻ പറ്റുള്ളൂ, സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ, റൈറ്റ്? ദ മോഡൽ ക്യാൻ ബി യൂസ് ടു ഐഡന്റിഫൈ വാട്ട് നീഡ്സ് ടു ബി റിയലൈൻഡ് ടു ഇംപ്രൂവ് പെർഫോമൻസ് ഓർ ടു മെയിൻറ്റെയിൻ പെർഫോമൻസ്. ഓക്കെ, അപ്പം മോഡൽ പറയുന്നത് വെച്ചാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയാണ് നമുക്ക് പ്രശ്നമുള്ളത്. നമ്മുടെ സിസ്റ്റത്തിലാണോ പ്രശ്നം, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോം ചെയ്തതിലാണോ പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിലാണോ പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ നമ്മളെ സ്കിൽസിലാണോ, സ്റ്റാഫിലാണോ നമുക്ക് പ്രശ്നം, നമ്മൾ എടുത്ത സ്റ്റാഫ് നമ്പേഴ്സ് കുറഞ്ഞു പോയോ അല്ലെങ്കിൽ കൂടിപ്പോയോ, അങ്ങനെ എല്ലാം നമുക്ക് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്, 1 by 1 ആയി നമുക്കുണ്ട്. നമുക്കത് കൃത്യമായിട്ട് ഐഡന്റിഫൈ പറ്റും എവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റിയത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും, ഏത് വഴിക്കാണ് നമ്മൾ പോകേണ്ടത്. അതേപോലെ തന്നെ എന്താ ഇപ്പോൾ പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്, റൈറ്റ്? അപ്പം നമുക്ക് പെർഫോമൻസ് ഇതേ രീതിയിൽ തന്നെ പോകണം എന്നുള്ള ഒരു ഇതും കൂടി നമുക്ക് അതിനകത്ത് വരും, മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ പെർഫോമൻസ് നമുക്ക് മെയിൻറ്റെയിനും ചെയ്യാൻ പറ്റും. സോ ബ്രീഫായിട്ട് ഒന്നും കൂടി മെക്കൻസി 7S മോഡൽ പറഞ്ഞു വെച്ചാൽ ബേസിക്കലി ഡെവലപ്പ് ബൈ മെക്കൻസി എന്ന കമ്പനിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് കമ്പനിയുടെ പേര് മെക്കൻസി കമ്പനിയാണ്. സോ അവർ പറയുന്നത് there are 7 elements. ഈ 7 elements 2 കാറ്റഗറീസ് ആയിട്ട്, ഹാർഡ് എലമെന്റ്സ്, സോഫ്റ്റ് എലമെന്റ്സ്. ഹാർഡ് എസും സോഫ്റ്റ് എസും. സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം ആണ് ഹാർഡ്. സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം ഹാർഡാണ്. പിന്നെ എലമെന്റ്സ്, സോഫ്റ്റ് എലമെന്റ്സ് വരുന്നത് സ്റ്റാഫ്, സ്റ്റൈൽ, സ്കിൽ ആൻഡ് ഗോൾ. ഇതൊക്കെ സോഫ്റ്റ് എലമെന്റ്സ് ആണ്. ഓക്കെ, സോ ഹാർഡ് എലമെന്റ്സ് പ്രത്യേകം എന്ന് വെച്ചാൽ rather what are hard elements? Hard elements are something that cannot that are easier to define ചെയ്യാൻ എളുപ്പമാണ്, ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്,
മെഷർ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ദേ ആർ ഈസി ടു define, identify, and manage. Soft elements such as they are difficult. Okay, they are difficult to describe and less tangible. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് മോർ ഇൻഫ്ലുവൻസ് ബൈ കൾച്ചർ. നമുക്കറിയാം നമ്മുടെ സ്റ്റാഫ് നമ്മളെ ഏരിയയിൽ ആ കൾച്ചർ അനുസരിച്ച് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ പുറത്ത് നമുക്ക് സ്റ്റാഫിന് ആൾ വരേണ്ടത് നമ്മളിപ്പം ഇപ്പം തന്നെ നമുക്ക് കാണാം പുറത്തുനിന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻസ് നമ്മുടെ അടുത്ത് വരുന്നു, വർക്ക് ചെയ്യാൻ വരുന്നു. ഓക്കെ, സ്റ്റൈല് നമ്മളെ എന്താണ് നമ്മുടെ മാനേജ് സ്റ്റൈൽ, എന്താണ് നമ്മുടെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ അതവിടെ വരുന്നു. ഓക്കെ, ദെൻ സ്കിൽ നമ്മളെ സ്കില്ല് അവിടെ വരുന്നു. ദെൻ വാട്ട്സ് എ ഗോൾ. ഗോൾ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി പറയുന്ന പോലെ കോർപ്പറേറ്റ് ഇതിന് മാത്രമല്ല, എയിം മാത്രമല്ല, ബട്ട് ബിയോണ്ട് ദാറ്റ് ആ പേർപ്പസ്, ആ മിഷൻ, ആ വിഷൻ, റൈറ്റ്? വാട്ട് ആർ ബിയോണ്ട് ദാറ്റ്, വാട്ട് ആർ എയിം? എയിമിന് പ്രോഫിറ്റ് മാത്രമല്ല, ബട്ട് മിഷൻ, വാട്ട് ഇസ് അവർ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ അതിനകത്തേക്ക് വരും. റൈറ്റ്? ക്ലിയർ? ഡോക്ടറിൻ്റെ ഇപ്പം ചോദിക്കും, or else we'll move on to attendance.